നോമ്പ് തുറക്കുന്ന ടൈമിലേക്ക് ഇതുപോലൊരു ജ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു റിഫ്രഷ്മെൻറ്റ് കിട്ടും കേട്ടോ. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൂടെ മറക്കരുത്. ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനൂടെ മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്കിതിലേക്ക് ചിയാ സീഡ് ഒന്ന് കുതിർത്തിയിട്ട് എടുക്കണം. അപ്പോൾ ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് അരിപ്പയിൽ കൂടെ ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ അങ്ങ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കതൊന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് കുക്കുംബറാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ തൊലിയോട് കൂടിയിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ റൗണ്ട് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു മീഡിയം സൈസിലുള്ള കുക്കുംബറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ചെറിയ പീസ് ഇഞ്ചി ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ചെറുനാരങ്ങയുടെ ഫുള്ളായിട്ടുള്ള നീര് ഞാൻ ഇതുപോലൊരു ബൗളിലേക്ക് മാറ്റി എടുത്തിട്ടുണ്ട്. അതും കൂടി അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി, അല്ലാണ്ടെങ്കിൽ കയ്പ്പ് വരും കേട്ടോ. പിന്നെ വേണ്ടത് പുതിനയുടെ ഇലയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 8-9 ലീഫ് എടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറഞ്ഞ അളവിൽ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് ഇതിലേക്ക് തേനാണ് കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് ഹെൽത്തി ആയിട്ട് ചെയ്തെടുക്കാം. നോമ്പ് തുറക്കുന്ന ടൈമിൽ കുടിക്കാനുള്ള, അതുകൊണ്ടാണ് ഞാനിവിടെ തേൻ എടുത്തിട്ടുള്ളത്. ഇനി ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കട്ടെ അതിന് പകരം. അപ്പോൾ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ഞാൻ തേൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറഞ്ഞ അളവിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല പോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ അതായത് നന്നായിട്ട് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിത് ഒരു അരിപ്പയിൽ കൂടെ ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. ആ വേസ്റ്റ് അതിൽ നമ്മൾ ആ ഒരു ഇഞ്ചിയും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ അതിൻ്റെ ആ വേസ്റ്റൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഇത്രയും വേസ്റ്റ് അതിലുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു കുക്കുംബറിൻ്റെയും അതുപോലെ തന്നെ ഇഞ്ചിയുടെ ഒക്കെ വേസ്റ്റും പിന്നെ ലീഫിൻ്റെ വേസ്റ്റൊക്കെ വന്നിട്ടുണ്ട്, അതങ്ങ് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 4 ഗ്ലാസ് ജ്യൂസാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ആണല്ലേ, ആ ഒരു വല്ലാണ്ടങ്ങ് തിക്കൊന്നല്ല, നല്ല ലൂസായിട്ട് തന്നെയാണ് ഈ ഒരു ജ്യൂസ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതങ്ങ് സെർവ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഗ്ലാസ്സിലോട്ട് ഐസ് ക്യൂബ്സ് ആണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ചിയാ സീഡ് ഉണ്ടല്ലോ, അതങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി അടിച്ച് വെച്ചിട്ടുള്ള ജ്യൂസ് നമുക്കതിലേക്ക് ഇതുപോലെ അങ്ങ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഞാൻ 2 മിൻറ്റിൻ്റെ ലീഫും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പുതിനയുടെ ഇലയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നല്ല റിഫ്രഷ്മെൻ്റ് ഒക്കെ കിട്ടുന്ന നല്ലൊരു ജ്യൂസാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്, താങ്ക് യു, അസ്സലാമു അലൈക്കും.